നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ബിറ്റ്ഗെറ്റിൽ എങ്ങനെയാണ് കോപ്പി ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോ കണ്ട് അത് ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കോപ്പി ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പേഴ്സണലായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്. വളരെ സന്തോഷം. എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ആ വീഡിയോയുടെ താഴെ ആയാലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പി ട്രേഡിങ്ങിലൂടെ നല്ല രീതിയിൽ ലോസസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് പരമാവധി നഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള മാസ്റ്റർ ട്രേഡറെ സെലക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബിറ്റ്ഗെറ്റിൽ കോപ്പി ട്രേഡിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഏത് ട്രേഡറെയാണ് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് നല്ലൊരു ട്രേഡറെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സുകൾ ഈ ബിറ്റ്ഗെറ്റിലെ കോപ്പി ട്രേഡിങ്ങിലുണ്ട്. സോ ആ സെറ്റിംഗ്സ് നിങ്ങൾ ഡിഫോൾട്ടാക്കി തന്നെയാണ് കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ആ സെറ്റിംഗ്സ് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടങ്ങളെ നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുക. സോ തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ബിറ്റ്ഗെറ്റിൽ ഈ കോപ്പി ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബിറ്റ്ഗെറ്റിൻ്റെ ഒരു ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത്. നമ്മൾ ബിറ്റ്ഗെറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. നമ്മുടെ മെസ്സിയുടെ പടമൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മെസ്സി ഇതിൻ്റെ എന്തോ അംബാസഡറോ അങ്ങനെ എന്തോ സംഭവമാണ് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ട്രേഡേഴ്സിനെ കാണാൻ സാധിക്കും. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ബിറ്റ്ഗെറ്റ് വാൾ സ്ട്രീറ്റ് ട്രേഡേഴ്സിന് മന്ത്ലി ഗിവ് അവേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വിൻ 100 USDT ആൻഡ് P2P ട്രേഡ് റിവാർഡ്സ് ഓൺലി ഫോർ വാൾ സ്ട്രീറ്റ് യൂസേഴ്സ്. അതായത് നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ബിറ്റ്ഗെറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് P2P ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവാർഡുകളും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു മാസം ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് 100 USDTയുടെ ഒരു ഗിവ് അവേയും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ബിറ്റ്ഗെറ്റ് കൊടുക്കുന്ന ഗിവ് അവേ കൂടാതെ എൻ്റെ ഭാഗത്തുനിന്നും ചെറിയൊരു ഗിവ് അവേയും ഈ മാസം അവസാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ബിറ്റ്ഗെറ്റിൽ നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്യുക. ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക. കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഗിവ് അവേ വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ കോപ്പി ട്രേഡേഴ്സും തീർച്ചയായിട്ടും ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ്ഗെറ്റിൻ്റെ തന്നെ സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പി ട്രേഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഈ കോപ്പി ട്രേഡിങ്ങിൻ്റെ ഈ ഒരു വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോപ്പ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ടോപ്പ് ട്രേഡേഴ്സിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡർ അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം. അതല്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ട്രേഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് ഫുള്ളാണ്, അവരുടെ ലിമിറ്റ് ആയിട്ടുണ്ട്. അവർ 500 പേരാണ് മാക്സിമം ലിമിറ്റ്. 500 പേരൊക്കെ അവരുടെയിലേക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സി ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ലിമിറ്റ് 1000 ട്രേഡേഴ്സാണ്. അതിൽ 999 ആളും ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രേഡേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ROI മാത്രം നോക്കിക്കൊണ്ട്, അതായത് ഇപ്പോൾ ഇയാൾക്ക് 290.58% ROI കാണിക്കുന്നുണ്ട്. ഈ ഒരു ROI വളരെ വലിയ പേഴ്സൻറ്റേജ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ അവിടെ പോയിട്ട് ഒരിക്കലും അയാളെ ഫോളോ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഒരാളെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് താഴേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ ഒരു ക്രിപ്റ്റോ എഫ്രൻ എന്ന് പറയുന്ന ഈ ഒരാളെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഡാറ്റ 41.32% ROI കാണിക്കുന്നുണ്ട്. ട്രേഡിംഗ് ഓർഡേഴ്സും ഫോളോവേഴ്സും അതുപോലെ തന്നെ ഗെയിൻ ആൻഡ് ലോസും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നമ്മളിവിടെ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് താഴേക്ക് വരിക. ആൻഡ് അയാളുടെ P&L റേഷ്യോ നോക്കാം. അയാൾ കൃത്യമായിട്ട് അയാളുടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അയാൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓർഡേഴ്സാണ്. ഓർഡേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അയാൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും താഴെ മുതൽ നോക്കാം. 6% പ്രോഫിറ്റ് കൂടി ഉണ്ട്, 21% പ്രോഫിറ്റ് കൂടി ഉണ്ട്, 6, 14, 16 അങ്ങനെ പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് 2 ട്രേഡ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ 95% ലോസ് അവിടെ വന്നിട്ടുണ്ട്, 89% ലോസ് വന്നിട്ടുണ്ട്. അത് വളരെ വലിയൊരു ലോസാണ് അല്ലേ. ഇയാൾ 19% നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒറ്റ ട്രേഡിൽ 95% ഒക്കെ ലോസ് വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ വലിയ ലോസ് വരുത്തുന്ന ട്രേഡേഴ്സിനെ ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കാം. ഓക്കെ, നമുക്ക് വേറൊരു ട്രേഡർ നോക്കാം. ജസ്റ്റ് കോപ്പി ട്രേഡേഴ്സിലേക്ക് തന്നെ പോകാം. ആൻഡ് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ KCGI അത് ഫുള്ളാണ്. നമുക്കിവിടെ എറിക് VR എന്ന് പറഞ്ഞ് ഇയാളെ ജസ്റ്റ് നോക്കാം. താഴേക്ക് വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ P&L റേഷ്യോ കാണാൻ പറ്റും. ജസ്റ്റ് ഓർഡേഴ്സിലേക്ക് പോവുക.
ആൻഡ് ഇവിടെ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡറാണ്. അയാൾക്ക് ലോസസ് വളരെ കുറവാണ്, ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 63% അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണ്. നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെയും അയാൾ ഗംഭീരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡറാണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ഈ ഒരു ഓർഡേഴ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇയാളെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് വേണം ഫോളോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാസ്റ്റർ ട്രേഡറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അയാളെ കൃത്യമായിട്ടുള്ള ഓർഡേഴ്സ് എല്ലാം തന്നെ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അയാളെ ഫോളോ ചെയ്യാനായിട്ട് പോകേണ്ടത്. ഇനി അയാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് അയാളുടെ ഹിസ്റ്ററി കാണിച്ചു തരാം, അയാളുടെ ട്രേഡിംഗ് ഹിസ്റ്ററി കാണിച്ചു തരാം, ഓർഡർ ഹിസ്റ്ററി കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റുന്നത് അയാൾ എല്ലാ ട്രേഡുകളും 50x ലിവറേജിലാണ് എടുത്തിട്ടുള്ളത്. ലോങ് പൊസിഷൻ ആയാലും ഷോർട്ട് പൊസിഷൻ ആയാലും 50x ലിവറേജാണ് അയാൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അയാളെ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 50x ഈ ഒരു ട്രേഡ് എടുക്കുക. ഓക്കെ, അത് നമുക്ക് തീർച്ചയായിട്ടും നല്ലതല്ല. അപ്പോൾ നമ്മൾ ആ സെറ്റിങ്സ് ആണ് ഇനി മാറ്റാനായിട്ട് പോകുന്നത്. ഞാൻ ഇയാളെ ഫോളോ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്ന പെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്യൂച്ചേഴ്സിൽ തന്നെ BTC USDT, BTC USD, എത്തറിയം USDT, ETH USD, അങ്ങനെ USD ആൻഡ് USDT പെയറുകൾ മാത്രമാണ് അയാൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫോളോ മോഡും കാര്യങ്ങളെല്ലാം ഓടിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഓടിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇവിടെ സ്വിച്ച് ടു അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ ഈ സ്വിച്ച് ടു അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ താഴെ ഇയാൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ പെയേഴ്സിൻ്റെയും ഫോളോ മോഡ് കാണാൻ പറ്റും. ഇവിടെ BTC USDT കാണാൻ പറ്റുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BTC USD കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് എത്തറിയം USDT കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ പെയേഴ്സും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ പെയേഴ്സിലാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിക്ക് ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയറിൽ അയാൾ എടുക്കുന്ന ട്രേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പെയേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരാം. താഴേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കൊടുക്കേണ്ടത് മാർജിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർജിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ദ ട്രേഡർ എന്ന് പറയുന്ന സെക്ഷനുണ്ട്, USDT ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ USDT ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ USDT കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ BTC USDT ഉണ്ട്, BTC USD ഉണ്ട്. അപ്പോൾ നമുക്ക് USDT വെച്ചിട്ടുള്ള ട്രേഡ് മാത്രം മതി. സോ ഇവിടെ USDT മാത്രം കൊടുക്കുക. ഫോളോ ദ ട്രേഡർ എന്ന് പറയുന്നത് ഒഴിവാക്കി കൊടുക്കുക. ആൻഡ് അടുത്തത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിവറേജ് ആണ്. ഓക്കെ, അപ്പോൾ ലിവറേജിൻ്റെ വഴിയും ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത് ഫോളോ ദ ട്രേഡർ എന്ന് പറയുന്ന സംഭവമാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഫ്യൂച്ചർ സെറ്റിംഗ് എന്ന് പറയുന്നതുണ്ട്, കസ്റ്റമൈസ്ഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫ്യൂച്ചർ സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ BTC USDT എന്ന് പറയുന്ന പെയറിന് ബിറ്റ്ഗെറ്റിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന സെക്ഷനിലേക്ക് പോകുമ്പോൾ BTC USDT എന്ന് പറയുന്ന ആ ഒരു പെയറിന് എത്രയാണ് ലിവറേജ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതേ ലിവറേജ് തന്നെയായിരിക്കും ഈ ഒരു കോപ്പി ട്രേഡിങ്ങിലും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ജസ്റ്റ് ഫ്യൂച്ചേഴ്സിലേക്ക് പോകുന്നുണ്ട്. ഫ്യൂച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ BTC USDT എന്ന് പറയുന്ന പെയറിന് ഐസൊലേറ്റഡിൽ ലോങ് 20x ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോങ് ഞാൻ 20x മാറ്റിയിട്ട് ഞാനൊരു 10x മാത്രം കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൺഫേം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷോർട്ടും അതുപോലെ തന്നെ ഞാനൊരു 10x കൊടുക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ലിവറേജ് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിവിടെ ഫ്യൂച്ചർ സെറ്റിംഗ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഫ്യൂച്ചർ സെറ്റിംഗ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആ പെയറിൽ എത്ര ലിവറേജ് വെച്ചുകൊണ്ടാണ് ട്രേഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് മാത്രമല്ല ആ ഒരു ലിവറേജ് മാത്രമായിരിക്കും ഇവിടെ ഫോളോ ചെയ്യാം. ഇപ്പോൾ അയാൾ 50x നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു മാസ്റ്റർ ട്രേഡർ 50x ലിവറേജ് എടുത്താൽ പോലും ആ ഒരു പെയറിൽ നമ്മളെപ്പോഴും 10x ലിവറേജ് മാത്രമായിരിക്കും എടുക്കുക. ഓക്കെ, ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ മോഡ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു $100 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു 10 USDT മാത്രം ഒരു പെയറിൽ ഇടുക. അല്ലെങ്കിൽ ഒരു പെയറിൽ നിങ്ങൾ ആ ഒരു 10 USDT വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു 10x ലിവറേജ് ആയിരിക്കും. സോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു നഷ്ടം വന്നാൽ പോലും നമുക്ക് മാക്സിമം നഷ്ടപ്പെടാനായിട്ട് പോകുന്നത് 10 USDT മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10 USDT കൊടുക്കുന്നുണ്ട്. ടോട്ടൽ USDT 100 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 USDT മാത്രം മാക്സിമം കൊടുത്താൽ മതിയാവും. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് റേഷ്യോയും ടേക്ക് പ്രോഫിറ്റ് റേഷ്യോയൊക്കെ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോർമലായിട്ട് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് റേഷ്യോ ഒരു 50% കൊടുക്കുന്നുണ്ട്. ആൻഡ് ടേക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ ഒരു 100% കൊടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഒരു 75% ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ BTC USDT എന്ന് പറയുന്ന പെയറിൽ
ഒരു 10 USDT വെച്ചുകൊണ്ട് 10x ലിവറേജിലാണ് ഒരു ട്രേഡ് എടുക്കുന്നത്. ആൻഡ് അവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് ഒരു 50% ആയിരിക്കും. ആൻഡ് ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് ഒരു 75% ആയിരിക്കും. അപ്പോൾ ഇവിടെ നഷ്ടം വരികയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെറും $5 മാത്രം, 10 USDTയുടെ 50% ആയിട്ടുള്ള വെറും $5 മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനോട് മാക്സിമം ഫോളോ എന്ന് പറയുന്നത് 10 തന്നെ കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ പെയർസിലും ഓരോ പെയറുകളിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ മാത്രമേ നിങ്ങളുടെ ട്രേഡ്സ് എടുക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട പോലെ അയാൾ 50x ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ലോസസ് വരുന്നത്. ഓക്കെ, പ്രോഫിറ്റും തീർച്ചയായിട്ടും വരും, പക്ഷേ അതിന് മറുവശമുണ്ട്, തീർച്ചയായിട്ടും ലോസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് എല്ലാം മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് നല്ലൊരു മാസ്റ്റർ ട്രേഡർ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പരമാവധി നിങ്ങളുടെ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആയിട്ട് നമ്മുടെ മന്ത്ലി ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിജയിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.